Hello guys, welcome back to my channel. My name is Akshita and you are watching Akshita's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ജേണൽ വീഡിയോ ആണ്. സോ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ജേണൽ വീഡിയോ ആണ് യൂട്യൂബിലെ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ജേണൽ ഞാൻ യൂട്യൂബിലിട്ടത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നുള്ളവർ എൻ്റെ ചാനൽ നോക്കിയാൽ മതി. ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഗൈസ് ഞാൻ കുറച്ച് വരച്ച് ഇതുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിൽ. അതിൽ ഞാൻ ഈ ഒരു പേപ്പറാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ കഴിഞ്ഞ ജേണലിൽ ഞാൻ ഇതുപോലത്തെ വേറൊരു ഹാർട്ടിൻ്റെ സാധനമാണ് ഒട്ടിച്ചെടുക്കണേ. ഈ പ്രശ്നം എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഗൈസ് അങ്ങനെ അതൊക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത ഒരു ക്രിസ്മസ് കാർഡിൻ്റെതാണ്. അപ്പോൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇതും ഞാൻ പ്രിൻ്റ് എടുത്ത കുറച്ച് ഇതേപോലത്തെ ഫ്ലവേഴ്സും ലീവ്സും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ ഗൈസ് ഇച്ചിരി വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വെയിലെന്ന് പറയുമ്പോൾ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ആ വിൻഡോസ് എല്ലാം തുറന്നിട്ട് വിൻഡോസൊക്കെ ഇങ്ങനെ തുറന്നിട്ടപ്പോൾ നല്ല വെളിച്ചം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ലീഫാണ് അടുത്ത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിലേക്ക് ലീഫാണ് ഞാനിത് ഫസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു ഫ്ലവറും കൂടെ അവിടെ സൈഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു പിങ്ക് കളർ ഫ്ലവർ. ഇനി നെക്സ്റ്റ് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ബ്രൗൺ പേപ്പറിൽ നമുക്ക് തരില്ലേ, ഒരു ബ്രൗൺ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്നിങ്ങനെ കീറി എടുത്തിട്ട് ഞാൻ ആ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും പേസ്റ്റ് ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ ഓർഗാമി പേപ്പേഴ്സില്ലേ, അതിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ബാക്കിയുള്ള സ്പേസിൽ ഒന്ന് ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ കേസ് ഞാൻ ഇതിൽ ആദ്യം അവിടെ വച്ചിരിക്കുന്നില്ല ആ ഒരു ഷീറ്റാണ് അങ്ങനെ അവിടെ ഒട്ടിക്കാൻ പോകുന്നത്. ആ ഒരു ഓർഗാമി പേപ്പറാണ് ഞാൻ അവിടെ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ആ ഒരു ബ്രൗൺ പേപ്പർ വച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ പുറത്താവാത്ത രീതിയിൽ ആ ഒരു ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഞാൻ അതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഈ കവായ് സ്റ്റിക്കേഴ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റിൽ കുറച്ച് ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് അവിടെ. പിന്നെ
ഞാൻ നേരത്തെ ജേണലിലും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ജേണലിലും ഇതേപോലത്തെ ഞാൻ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കവായി സ്റ്റിക്കറും കൂടെ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഞാനിങ്ങനെ 2 കവായി സ്റ്റിക്കേഴ്സ് അതിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു പേജ് എൻ്റെ ബുക്കിൽ നിന്ന് വന്നത് ഇതുപോലെ ഇങ്ങനെ കീറി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു പേപ്പർ പീസ്. എന്നിട്ട് അതിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു സ്ട്രോബെറിയുടെ ഈ ഒരു സാധനമാണ് കേട്ടോ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ ഞാൻ കഴിഞ്ഞ ജേണലിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സ്ട്രോബെറിയുടേത്.
ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ ആ ഒരു സൈഡ് പോർഷൻ കീറി മാറ്റി വെച്ചില്ലായിരുന്നോ, അത് ഞാൻ കളഞ്ഞില്ല. അതിൽ നിന്നൊരു ചെറിയ ഇതേപോലത്തെ ഒരു ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി അതവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ അതിൽ എൻ്റെ പേര് ഞാൻ അതിലേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ ഒരു അപ്പുറത്തെ സൈഡിൽ ഞാൻ അവിടെ ഒട്ടിച്ചതിലേക്ക് കുറച്ച് കാര്യം കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാനലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാടത്തിലോട്ട് വീണ്ടും വരാം. ആയിരിക്കും ടാറ്റ ആൻഡ് ബൈ ബൈ.